നമ്മുടെ വീടിൻ്റെ എല്ലാം നികുതി അടയ്ക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് മൊബൈലിൽ ചെയ്യാൻ പറ്റും കേട്ടോ. അതിന് വേണ്ടിയിട്ട് നമ്മുടെ പഞ്ചായത്തിൻ്റെ പേര്, നമ്മുടെ വീടിൻ്റെ നമ്പർ ഒന്ന് അടിച്ചു കൊടുത്തിട്ട് ഒന്ന് സെർച്ച് ചെയ്ത് നോക്കുക. അപ്പോൾ നമ്മുടെ വീടിൻ്റെ പേരും ഡീറ്റെയിൽസും കാര്യങ്ങളും ഇതേപോലെ കാണിക്കും. നമുക്ക് ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് ഇതേപോലെ QR കോഡ് വെച്ചിട്ട് സ്കാൻ ചെയ്തിട്ട് വെറും 2 മിനിറ്റിൽ നമ്മുടെ വീടിൻ്റെ നികുതി അടയ്ക്കാൻ പറ്റും. കണ്ടില്ലേ, ഇതേപോലെ അടച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നമുക്ക് അതിൻ്റെ സ്ലിപ്പ് നമുക്ക് കിട്ടും. നമുക്കത് പ്രിൻ്റ് എടുക്കാൻ വേണമെങ്കിൽ സേവ് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ നമ്മളിത് എല്ലാ വർഷവും അടച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ 768 റുപ്യ കൊടുക്കേണ്ട, ഒരു കൊല്ലം കൊടുക്കേണ്ടതാണ്. 2022, 23 തൊട്ടിട്ട് പെൻഡിങ് ആണ്. അപ്പോൾ 22, 23, 24, അപ്പോൾ ഇത്രയും വർഷത്തെ മൊത്തം 2000 രൂപയോളം നമുക്ക് അടയ്ക്കാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാ വർഷവും നമ്മളിത് കൃത്യമായിട്ട് അടച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്കത് വലിയൊരു ബാധ്യതയായിട്ട് വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെ ചെയ്യാൻ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ കേട്ടോ. നമുക്കതിന് വേണ്ടിയിട്ട് നമ്മുടെ മൊബൈലിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഹോം ടാക്സ് കേരള എന്ന് എടുക്കാം, ഒന്ന് സെർച്ച് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ വെബ്സൈറ്റിൻ്റെ ശരിക്കുള്ള പേര് tax.lsg കേരള എന്നാണ്. അപ്പോൾ LSG കേരള എന്ന് കൊടുത്തിട്ട് അതിൽ ടാക്സ് സെക്ഷനിലേക്ക് വന്നാൽ നമുക്ക് ഇവിടെ വരാൻ പറ്റും. ഇവിടെ നമുക്ക് ക്വിക്ക് പേയ്മെൻറ്റ് സെലക്ട് ചെയ്യാം. ഈ ക്വിക്ക് പേയ്മെൻറ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ ആദ്യം കൊടുക്കാനുള്ളത് നമ്മുടെ ജില്ല, നമ്മൾ ഏത് ജില്ലക്കാരനാണെന്നുള്ളത് ജില്ല സെലക്ട് ചെയ്യുക. അതേപോലെ തന്നെ നമ്മൾ ആദ്യം നമുക്ക് ജില്ലയും സെലക്ട് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ പാലക്കാടും സെലക്ട് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ പഞ്ചായത്താണോ കോർപ്പറേഷനാണോ മുനിസിപ്പാലിറ്റി ആണോ എന്നുണ്ട്. അപ്പോൾ ഇത് പഞ്ചായത്തിൻ്റെ മാത്രം ചെയ്യാനുള്ളതാണ് കേട്ടോ. മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇത് വേറെ വെബ്സൈറ്റാണ്, അത് ഞാൻ വീഡിയോയിൽ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം പഞ്ചായത്തിനെ പറഞ്ഞിട്ട് ബാക്കി പറയാം. ഇനി നമ്മുടെ വാർഡ്, നമ്മുടെ വീടിൻ്റെ എല്ലാം നമ്പർ ഇട്ട വർഷമെല്ലാം അതിൻ്റെ പുറത്തുണ്ടായിരിക്കും. 2013 ഞാൻ കൊടുക്കുന്നത്. വീടിൻ്റെ നമ്പർ നമ്മുടെ ഡോർമ നോക്കിയാൽ കാണാൻ പറ്റും നമ്മുടെ വീടിൻ്റെ നമ്പർ. അതൊന്ന് കൊടുത്ത് സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ പേര്, നമ്മുടെ വാർഡിൻ്റെ പേര്, നമ്മുടെ ഹൗസ് ഓണറുടെ പേരും കാര്യങ്ങളും കാണിക്കും. അതേപോലെ തന്നെ ആ വർഷം കൊടുക്കാനുള്ള, ഇതിപ്പോൾ 2024, 25 പെൻഡിങ് ആയിട്ടുള്ളത്. ഇതുവരെയുള്ളത് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് 2024, 25 2 ഭാഗമായിട്ടാണ്. ഒരു 6 മാസത്തെ ഒരു എമൗണ്ട്, അതിന് ശേഷം ബാക്കിയുള്ള 6 മാസത്തെ അടുത്ത എമൗണ്ട്, അങ്ങനെ 2 പാർട്ടായിട്ടാണ് ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് പറഞ്ഞിട്ട്. അപ്പോൾ നമ്മളിത് 6-ാം മാസം കൊടുക്കാത്തതുകൊണ്ട് നമ്മളിത് സെക്കൻഡ് ഹാഫ് വേണം സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ടോട്ടൽ നമുക്ക് വരുന്നത് 283 വരുന്നുണ്ട്. അതായത് 565 രൂപയാണ് വരുന്നത്. ഇവിടെ ലിബർട്ടി സെസ്, പ്രോപ്പർട്ടി ടാക്സ് ഇതെല്ലാം കഴിഞ്ഞ് അതൊരു 10 രൂപ നമുക്ക് ഇൻട്രസ്റ്റ് കൂടെ വരുന്നുണ്ട്. ഫസ്റ്റ് ഹാഫ് അടയ്ക്കാത്തതുകൊണ്ടായിരിക്കാം. അപ്പോൾ ഇത്ര ടോട്ടൽ എമൗണ്ട് വരുന്നത് 576 രൂപയാണ്. അപ്പോൾ ഈ എമൗണ്ട് നമുക്ക് കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് തൊട്ട് താഴേക്ക് വരിക. അവിടെ നമ്മുടെ ഇമെയിൽ ID യും മൊബൈൽ നമ്പറും കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇമെയിൽ ID കൊടുക്കുക, മൊബൈൽ നമ്പർ കൊടുക്കുക, താഴെ കാണുന്ന ക്യാപ്ചാ കോഡില്ലേ, ഒരു കള്ളിയിൽ കണ്ടില്ല, ആ നമ്പറും കൊടുത്തിട്ട് പേ നൗ എന്ന് സെലക്ട് ചെയ്യാം നമുക്ക്. അപ്പോൾ ഈ പേ നൗ സെലക്ട് ചെയ്യുമ്പോൾ നമുക്കിവിടെ ബാങ്കിൻ്റെ ഓപ്ഷൻസ് കാണിക്കും. നമ്മൾ ഏത് ബാങ്കായിട്ടാണ് ട്രാൻസാക്ഷൻ കൊടുക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ കനറ ബാങ്ക് ഉണ്ട്, സൗത്ത് ഇന്ത്യൻ ബാങ്ക് ഉണ്ട്. അപ്പോൾ ഇതൊരു ഗേറ്റ് വേണം, നമുക്ക് ഏതെങ്കിലും വേണമെങ്കിൽ സെലക്ട് ചെയ്യാം. അവിടെ അക്കൗണ്ട് വേണമെന്നൊന്നുമില്ല കേട്ടോ, നമുക്ക് ഏതെങ്കിലും ഒന്ന് സെലക്ട് ചെയ്യാം. എന്നിട്ട് പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കാം. പ്രൊസീഡ് ടു പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ നമുക്കിവിടെ കുറേ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളതാണ് UPI പേയ്മെൻറ്റ്, അതായത് നമ്മുടെ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ടുള്ള നമ്മുടെ UPI പേയ്മെൻറ്റ്. അപ്പോൾ ഈ UPI പേയ്മെൻറ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. ഇവിടെ ഷോ കോഡ് എന്ന് കണ്ടില്ലേ നിങ്ങൾ, ഈ കോഡൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് അവിടെ ഒരു QR കോഡ് കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സാധാരണ ഗൂഗിൾ പേ ഉപയോഗിച്ചിട്ട് QR കോഡ് സ്കാൻ ചെയ്യുന്നില്ല, അതേപോലെ ഈ QR കോഡ് നമ്മുടെ മൊബൈലിൽ സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എമൗണ്ട് നമുക്ക് അതേപോലെ മൊബൈലിൽ വരും. അവിടെ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് അടിക്കാം. ഇവിടെ ക്ലിക്ക് ഹിയർ ഇഫ് യു നോട്ട് റീഡയറക്റ്റഡ് എന്ന് കണ്ടില്ലേ. അപ്പോൾ ഈ സ്ക്രീൻ ഓട്ടോമാറ്റിക്കായിട്ട് ബാക്കിലെ സ്ക്രീനിലേക്ക് പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ടാബ് ഒന്ന് ക്ലിക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ നിന്ന് ക്ലിക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ട്രാൻസാക്ഷൻ നമ്മൾ കൊടുത്ത എമൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് ആണ്. സ്റ്റാറ്റസ് കണ്ടില്ല ഞങ്ങൾ സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നമുക്ക് ഗൂഗിൾ പേയിൽ ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് സെർച്ച് ചെയ്യാം. അപ്പോൾ തന്നെ നമ്മുടെ ടാക്സിൻ്റെ റെസീപ്റ്റ് കിട്ടും. ഇത് നമുക്ക് പ്രിൻ്റ് എടുക്കാം, ആവശ്യമുണ്ടെങ്കിൽ പ്രിൻ്റ് എടുത്താൽ മതി. അതല്ലെങ്കിൽ നമുക്കിത് ഡൗൺലോഡ് ചെയ്ത് വെക്കാം, അല്ലെങ്കിൽ നമ്മുടെ വാട്സപ്പിലോ ഗൂഗിൾ ഡ്രൈവിലോ എവിടെയെങ്കിലുമൊക്കെ സേവ് ചെയ്ത് വെക്കാനും പറ്റും. ഇനി നമുക്ക് ഇതിപ്പോൾ പഞ്ചായത്തിൻ്റെയാണ്. ഇനി നമുക്ക് മുനിസിപ്പാലിറ്റിയോ അല്ലെങ്കിൽ കോർപ്പറേഷനിലാണോ നിങ്ങളെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ നമുക്കിവിടെ ജില്ല സെലക്ട് ചെയ്തിട്ട് മുനിസിപ്പാലിറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കണ്ടില്ലേ, ഈ വെബ്സൈറ്റ് അല്ല, ഇത് K-Smart എന്നുള്ളൊരു വെബ്സൈറ്റിലേക്ക് പോകുന്നുണ്ട്. ഇതും K-Smartൻ്റെ LSG കേരള തന്നെയാണ് വെബ്സൈറ്റ്. പക്ഷേ അതിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ നമുക്ക് അതിൻ്റെ വെബ്സൈറ്റ് ID ഒന്ന് ഞാൻ കാണിച്ചു തരാം. K-Smart.lsg കേരള എന്നാണ്. നമ്മൾ ആദ്യം കൊടുത്തത് LSG കേരള എന്ന് മാത്രമാണ്. ഇത് K-Smartൻ്റെ ഒരു വെബ്സൈറ്റിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഈ വെബ്സൈറ്റിൽ വന്നു കഴിഞ്ഞാൽ ഇവിടെ ബിൽഡിംഗ് ഡീറ്റെയിൽസിൽ സെയിം നമ്മുടെ ജില്ല, നമ്മൾ ഏത് മുനിസിപ്പാലിറ്റിയാണ് അല്ലെങ്കിൽ ഏത് കോർപ്പറേഷനാണ്, നമ്മുടെ സ്ഥലത്തിൻ്റെ പേര്, ഡീറ്റെയിൽസ് കാര്യങ്ങൾ കൊടുക്കുക.
എന്നിട്ട് ഡോർ നമ്പറും കാര്യങ്ങളും കൊടുക്കുക. എന്നിട്ട് സെർച്ച് ചെയ്തിട്ട് ഇതേപോലെ നമുക്ക് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. മുനിസിപ്പാലിറ്റി ആണെങ്കിലും പഞ്ചായത്താണെങ്കിലും എല്ലാ വർഷവും ഇത് മുടങ്ങാതെ ചെയ്യുക. ഇതിങ്ങനെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കിത് അരിയേഴ്സ് വരും. കുറേ വർഷത്തെ ഇപ്പോൾ 2022 അപ്പോൾ മലപ്പുറത്ത് ഈ ഒരു വ്യക്തിക്ക് കൊടുക്കാനുള്ളത് 2022-23 തൊട്ടുള്ള എമൗണ്ട് ഉണ്ട്. 768 രൂപയാണ് ഒരു മാസം ഒരു വർഷം കൊടുക്കേണ്ടത്. പക്ഷേ 2022 തൊട്ടുള്ള ഫൈനും കാര്യങ്ങളും വരും. അപ്പോൾ നമ്മൾ എല്ലാ വർഷവും ഇത് അടയ്ക്കാൻ വിട്ടുപോകാന്നുണ്ടെങ്കിൽ ഫൈനും കാര്യങ്ങളായിട്ട് വലിയൊരു തുക നമുക്ക് വലിയൊരു ബാധ്യതയായിട്ട് വരും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഇഷ്ടപ്പെട്ടാൽ, നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് അടിക്കാൻ മറന്നു പോകരുത്. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസ് തുടർന്ന് ലഭിക്കുന്നതിന് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക്സ് ഫോർ വാച്ചിങ്.